നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് ഞാൻ എന്ത് ചെയ്യണം മാഡം? അവളുടെ പുറകെ നടക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ അവളുടെ മുന്നിലുണ്ടാവണം. അവക്ക് സർപ്രൈസുകൾ കൊടുക്കണം. അവളെ ഒരുപാട് സന്തോഷിപ്പിക്കണം. നിന്നോടൊപ്പം ജീവിതാവസാനം വരെ അവള് സന്തോഷമായിരിക്കും എന്ന് അവക്ക് തോന്നുന്നിടത്താണ് നിന്റെ വിജയം. അല്ല, നിന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നീ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ലേ? പിന്നെ കുറെ എണ്ണത്തിന്. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നെ? നീ അവസാനം പ്രേമിച്ചവക്ക് എന്തൊക്കെ സർപ്രൈസാ കൊടുത്തേ? ഓ, അതൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ. അത് പക്ഷെ കാശൊന്നും കണ്ടിട്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനായിരുന്നു. ശരിക്കും ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചത് അവളിൽ നിന്നായിരുന്നു. മാഡത്തിനറിയോ, അവള് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഒരാളെ തളർത്താനും ഉയർത്തെഴുന്നേൽപ്പിക്കാനും സ്നേഹത്തിന് ശക്തിയുണ്ടല്ലോ. അതൊന്നും ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മാഡം. അവൾക്ക് ശേഷം ഞാൻ ആരെയും സ്നേഹിക്കില്ലെന്ന് തീരുമാനിച്ചതാ. പക്ഷെ എന്റെ അവസ്ഥ ഇതായി പോയി. അല്ല, തന്റെ കഥ ഇത്രയും കേട്ടതുകൊണ്ട് ചോദിക്ക. ആ പെൺകുട്ടി അവൾക്കെന്തു പറ്റി? എന്തിനാ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ്? അവളുടെ എന്റെ സ്നേഹത്തെപ്പറ്റി അവളുടെ വീട്ടുകാരറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. എന്തുവന്നാലും അവളില്ലാതെ ഞാനും, ഞാനില്ലാതെ അവളും ജീവിക്കില്ലെന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പോയി വിളിച്ചു. അവൾ ഇറങ്ങി വന്നില്ല മാഡം. പിന്നീട് വലിയ പ്രശ്നമായി. പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് മറ്റൊരാളെ സ്നേഹിച്ച് അയാളുടെ ഒപ്പം പോയിരുന്നു. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചു വരും. അല്ല, താനെന്തിനാ ജയിലിൽ കിടന്ന്? അവളെ വിളിച്ചിറക്കി കണ്ടുവരാൻ പോയതിന്റെ അന്ന് ഞാൻ അവളുടെ ഭർത്താവിനെ ഒരുപാട് തല്ലി. നിവർത്തിയിട്ട് കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു. ഞാൻ ജയിലിൽ പോകാൻ നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് വാക്ക് തന്നവളാ. പക്ഷേ മറ്റൊരുത്തന്റെ ഭാര്യയാണോ നീ സ്നേഹിച്ചത്? അങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ മാഡം. എന്റെ ഭാര്യയെ തന്നെയാ ഞാൻ അവളെ കണ്ടത്. അവളുടെ മക്കളെ എന്റെ മക്കളായിട്ടും. അത് ശരി, 2 മക്കളുള്ള ഒരുത്തന്റെ ഭാര്യയെ നീ സ്നേഹിച്ചു. നീ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവള് മറ്റൊരുത്തന്റെ കൂടെ പോയി. നീ ഇപ്പോഴും അവക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വല്ലാത്ത പ്രണയം തന്നെ. എന്തായാലും നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവളെ സ്നേഹിച്ച പോലെ ആതിരെ ഒന്ന് സ്നേഹിക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും ആതിരയുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റ്. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ സ്ത്രീധനവും. അപ്പോ ഇന്നു മുതൽ ആതിര അജയൻ പുതിയ പ്രണയകഥ ആരംഭിക്കല്ലേ? പിന്നല്ലാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.